എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിലെ 21ാമത്തെ സർഗത്തില് 9 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വിശ്വാമിത്രന്റെ കൂടെ പുത്രന്മാരെ പറഞ്ഞയക്കാൻ ബുദ്ധിമുട്ട്, വല്ലാത്ത മാനസിക വിഷമം അനുഭവിച്ച ദശരഥനെ അവിടത്തെ തന്നെ പുരോഹിതനായ വസിഷ്ഠ മഹാമുനി ഉപദേശിക്കുന്നതാണ്. അത് മുഴുവനായിട്ടുണ്ടായിരുന്നില്ല, അതിന്റെ കുറച്ച് ഭാഗം കൂടി തുടർച്ചയായിട്ട് വരുന്ന ഭാഗങ്ങളാണ് ഈ 2 ദിവസങ്ങളിൽ, ഇന്നത്തെയും നാളത്തെയും ശ്ലോകങ്ങളിൽ വരണത്. വസിഷ്ഠൻ നല്ല ഭംഗിയായിട്ട് ദശരഥനെ ആശ്വസിപ്പിച്ച് ശ്രീരാമനെ കൂടെ പറഞ്ഞയക്കണം എന്ന് പറയുന്ന സന്ദർഭങ്ങളാണ്. നമുക്ക് ആദ്യം 9ാമത്തെ ശ്ലോകം നോക്കാം. കൃതാസ്ത്രം വാ നൈനം ശക്ഷ്യന്തി രാക്ഷസാഃ ഗുപ്തം കുശികപുത്രേണ ജ്വലനേനാമൃതം യഥാ. വസിഷ്ഠൻ പറയണത് കേട്ടാൽ തന്നെ നമുക്ക് ആ ഏതൊരു ടോണിലാണ് സംസാരിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ദശരഥൻ വളരെയധികം വിഷമിച്ച് വേപധു പിടിച്ച് മകനെ എങ്ങനെയാണ് പറഞ്ഞു വിടുക, കാട്ടിലേക്കൊക്കെ പോയാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കോ, ഞാൻ തന്നെ പുറപ്പെടണോ, ഇങ്ങനെ പലതും ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോ വസിഷ്ഠൻ പറയാണ്, അകൃതാസ്ത്രം വാ നൈനം ശക്ഷ്യന്തി രാക്ഷസാഃ. ശ്രീരാമന്റെ കയ്യില് വില്ല് ഉണ്ടായിക്കോട്ടെ, വില്ലില്ലാതിരുന്നോട്ടെ, വില്ല് ഉണ്ടെങ്കിലും വില്ലില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഒരു വിശേഷവും ഇല്ല. ഏത് കാര്യത്തില്? ഏനം രാക്ഷസാഹ ന ശക്ഷ്യന്തി. ഒന്ന് തൊടാൻ പോലും രാക്ഷസന്മാർക്ക് ശ്രീരാമനെ തൊടാൻ പോലും സാധിക്കുകയില്ല. കാരണം എന്താ? ശ്രീരാമന്റെ മിടുക്കാണ് എന്നല്ല പറയണത്, അതുണ്ടാവും. അതോടൊപ്പം തന്നെ കൂടെ നിൽക്കണത് ആരാണ്? ഗുപ്തം കുശികപുത്രേണ. കൂടെ സംരക്ഷണത്തിനായിട്ട് വിശ്വാമിത്രനാണുള്ളത്. ആള് ചില്ലറക്കാരനൊന്നുമല്ല, പണ്ട് രാജാവായിരുന്നു. അതാണ് ആലോചിക്കേണ്ടത്. ഇപ്പോൾ ബ്രഹ്മർഷിയൊക്കെ ആയി, രാജർഷിയിൽ നിന്ന് ബ്രഹ്മർഷിയൊക്കെ ആയി എങ്കിലും ഒരു കാലത്ത് അതിവിദഗ്ധനായിട്ടുള്ള ഒരു രാജാവായിരുന്നു. രാജ്യം ഭരിച്ച് നടന്നിരുന്ന, ആയുധപ്രയോഗങ്ങളൊക്കെ നടത്തിയിരുന്ന രാജാവായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു ചരിത്രമുള്ള, അങ്ങനെ ഒരു രാജ ചരിത്രമുള്ളവനായിട്ടുള്ള ഋഷിയാണ് വിശ്വാമിത്ര മഹർഷി. ആ വിശ്വാമിത്രന്റെ കൂടെ നടക്കുമ്പോൾ ശ്രീരാമനെ ഒന്ന് തൊടാൻ പോലും ഒരൊറ്റ രാക്ഷസന്മാർക്കും സാധിക്കില്ല. ഏതുപോലെ? അതാണ് ഗുപ്തം കുശികപുത്രേണ. രാമന് എങ്ങനെയാണ് വിശ്വാമിത്രൻ സംരക്ഷണം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതൊരു ഉപമയിൽ കൂടെ പറയാണ്. ജ്വലനേന യഥാ അമൃതം തഥാ. അഗ്നി കൊണ്ട് അമൃതത്തെ സംരക്ഷിച്ച് എപ്രകാരമാണോ വച്ചിരിക്കുന്നത് അതുപോലെ. അതായത് അകത്തിരിക്കുന്നത് അമൃതമാണ്, അതിനെ എടുക്കണം എന്നൊക്കെ തോന്നലുണ്ടെങ്കിലും ചുറ്റുപാടും തീയാണ് കത്തിയിരിക്കുന്നത്. ആ തീയിനെ മറികടന്നുകൊണ്ട് അമൃതത്തിന്റെ അടുത്തേക്ക് പോകാൻ ആരെങ്കിലും പുറപ്പെടുവോ? ഇല്ലല്ലോ. അതുപോലെയാണ് ഇനി അഥവാ ശ്രീരാമൻ കുട്ടിയാണെന്നുള്ളത് കൊണ്ട് ശ്രീരാമനെ ആരെങ്കിലും ആക്രമിക്കാൻ പുറപ്പെടേ, അങ്ങനെ വേണമെന്ന് മനസ്സിൽ വിചാരിക്കുക വരെ ചെയ്താൽ അതിന് മുഴുവനും തടസ്സമായിട്ട് കുശികപുത്രൻ അവിടെയുണ്ട്. കുശികപുത്രൻ എന്ന് പറഞ്ഞാൽ കൗശികൻ എന്നൊക്കെ പറഞ്ഞാൽ വിശ്വാമിത്രനാണ്. ആ വിശ്വാമിത്രനെ മറികടന്നുകൊണ്ട് രാമനെ തൊടാൻ പോലും രാക്ഷസന്മാർക്ക് ആർക്കും സാധിക്കില്ല. രാക്ഷസന്മാരെ ഇല്ലായ്മ ചെയ്യാൻ വിശ്വാമിത്രന് സാധിക്കാഞ്ഞിട്ടല്ല. പക്ഷെ ഇപ്പൊ ഒരു യാഗം നടക്കുകയാണ്, ആ വ്രതത്തിന്റെ ഇടയ്ക്ക് താൻ തന്നെ ഒരു വധം നടത്താൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ശ്രീരാമനെ കൊണ്ടുപോണത്, അല്ലാതെ അദ്ദേഹത്തിന് കഴിവില്ലാഞ്ഞിട്ടല്ല എന്ന് വാസിഷ്ഠൻ വളരെ ഭംഗിയായിട്ട് ദശരഥനെ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. അടുത്ത ശ്ലോകം നോക്കാം. 10ാമത്തെ ശ്ലോകം. ഏഷ വിഗ്രഹവാൻ ധർമ്മ ഏഷ വീര്യവതാംബര ഏഷ വിദ്യാധികോ ലോകേ തപസശ്ച പരായണം. ഏഷ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടണത് വിശ്വാമിത്രനെയാണ്. ഈ വിശ്വാമിത്ര മഹർഷി ഉണ്ടല്ലോ, അദ്ദേഹം ധർമ്മം രൂപമെടുത്തു വന്നതുപോലെയാണ്. ഈ വരി വേറെ ദിക്കില് പല ദിക്കിലും ആവർത്തിച്ച് വരുന്നത് കാണാം. ശ്രീരാമനെ പറ്റിയിട്ട് മാരീചൻ പറയുന്നുണ്ട്, ഏഷ വിഗ്രഹവാൻ ധർമ്മോ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നൊക്കെ. രാമൻ ധർമ്മത്തിന്റെ വിഗ്രഹമാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. ഇവിടെ വിശ്വാമിത്രനെ പറ്റിയിട്ട് വസിഷ്ഠൻ പറയാണ്, ഈ നിൽക്കുന്ന മഹാമുനി ഉണ്ടല്ലോ വിശ്വാമിത്രൻ, അദ്ദേഹം ധർമ്മം രൂപമെടുത്തു വന്നാൽ എങ്ങനെയാണോ അതുപോലെയാണ്. ധർമ്മത്തെ തൊടാൻ ഒരിക്കലും അധർമ്മം പുറപ്പെടില്ല.
ധർമ്മം എവിടെയാണോ കുറയാൻ തുടങ്ങുന്നത് അവിടെയാണ് അധർമ്മം കയറിക്കൂടുക. അല്ലെങ്കിൽ രാക്ഷസന്മാരും ഉപദ്രവകാരികളും ലോകോപദ്രവകാരികളും ഒക്കെ ധർമ്മത്തിന് നിഷ്ഠയില്ലാതെ വരുമ്പോഴാണ് അവിടേക്കാ കയറി വരിക. അതല്ലാതെ ധർമ്മം കഠിനമായിട്ട് ഉറച്ചെവിടെയാണോ നിൽക്കുന്നത് അവിടേക്ക് ഒരു അധാർമികനും കടന്നു വരില്ല. ഇനി ധർമ്മം മാത്രമേ ഉള്ളൂ? അല്ലല്ല. ഏഷ വീര്യവതാം വര. ഇനി വീര്യമുള്ളവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആൾ ആരാണ് എന്ന് ചോദിച്ചാൽ അതും വിശ്വാമിത്രൻ തന്നെയാണ്. ഇനിയുണ്ട് വിശേഷണം. ഏഷ വിദ്യാധികോ ലോകേ. ലോകേ ഏഷ വിദ്യാധിക. ലോകത്തിൽ ഏറ്റവും അധികം വിദ്യകൾ കരസ്ഥമാക്കിയിട്ടുള്ള ആൾ ആരാണ് എന്ന് ചോദിച്ചാൽ അതിനു മറുപടിയും വിശ്വാമിത്രൻ എന്ന് തന്നെയാവും. അടുത്തത് തപസശ്ച പരായണം. തപസ് മാത്രം ശരണമായിട്ട് തപസ്സിനെ അത്ര കണ്ട് ആരാധിച്ച് തപസ്സിനെ സ്വാംശീകരിച്ചിട്ടുള്ള മറ്റൊരു മുനിയുമില്ല. ഇങ്ങനെ എല്ലാം കൊണ്ടും അതിശക്തനായിട്ടുള്ള മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിഷ്ഠകൾ കൊണ്ടും വ്രതം കൊണ്ടും ആചരണങ്ങളെ കൊണ്ടും ഒക്കെ വളരെയധികം ശക്തനായിട്ടുള്ള ഒരു ഋഷിയുടെ കൂടെയാണ് രാമനെ പറഞ്ഞയക്കണത് എന്ന് ഓർത്തോളൂ, പേടിക്കുകയേ വേണ്ട എന്നാണ് വസിഷ്ഠൻ ഓർമ്മിപ്പിക്കുന്നത്. ഇനി അടുത്ത വരികൾ വായിക്കുമ്പോഴാണ് വിശ്വാമിത്രന്റെ ആ രാജസ പ്രഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. 11ാമത്തെ ശ്ലോകം നോക്കൂ. ഏഷോസ്ത്രാൻ വിവിധാൻ വേത്തി ത്രൈലോക്യേ സചരാചരേ നൈനമന്യഃ പുമാൻ വേത്തി നച വേത്സ്യന്തി കേചന. വിശ്വാമിത്രന്റെ ആ കഴിവുകളാണ്. ഏഷഹ അസ്ത്രാൻ വേത്തി വിവിധാൻ അസ്ത്രാൻ. ഈ ബ്രഹ്മർഷിക്ക് പലതരത്തിലുള്ള അസ്ത്രങ്ങളെ പറ്റിയിട്ട് അറിയാം. അതായത് ഒരസ്ത്രം പ്രയോഗിക്കുന്നത് കയ്യിലിരിക്കുന്ന അസ്ത്രമൊക്കെ ഒരുപോലെയാവും. മരം കൊണ്ടോ ലോഹം കൊണ്ടോ ഒക്കെ നിർമ്മിച്ചതായിട്ടുള്ള അസ്ത്രങ്ങള് അതിനെ മന്ത്രം ചൊല്ലി അയക്കുന്നതോട് കൂടിയിട്ടാണ് ഏറ്റവും അത് സാർത്ഥകമാകുന്നത്, ഫലപ്രദമാകുന്നത്. ആ മന്ത്രങ്ങൾ മുഴുവനും ഹൃദിസ്ഥമാക്കിയിട്ടുള്ള ഒരു ആചാര്യനാണ്, മഹാമുനിയാണ് വിശ്വാമിത്രൻ. അതുകൊണ്ടാണ് പറയണത് ഏഷഹ ഈ മഹാമുനി ത്രൈലോക്യേ സചരാചരേ. ഈ ചരങ്ങളും അചരങ്ങളും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഈ ത്രൈലോക്യത്തിൽ എത്ര തരത്തിലുള്ള അസ്ത്രങ്ങളുണ്ടോ അത്ര തരത്തിലുള്ള അസ്ത്രങ്ങളും അദ്ദേഹത്തിന് അറിയാം. വിവിധാൻ അസ്ത്രാൻ വേത്തി. അത് ഇങ്ങനെയുള്ള ഒരു വിശ്വാമിത്രനെ പറ്റിയിട്ട് പൊതുവെ ആർക്കും അറിയില്ല. അതാണ് നൈനമന്യഃ പുമാൻ വേത്തി നച വേത്സ്യന്തി കേചന. പലർക്കും അത് അറിയില്ല. നൈനം അന്യഃ പുമാൻ, ഒരു ഞാൻ ഒഴികെ വേറെ ആർക്കും ചിലപ്പോൾ ഇതറിയില്ല. പലർക്കും ഇതറിയില്ല. അതാണ് നൈനം അന്യഃ പുമാൻ വേത്തി നച വേത്സ്യന്തി. ഇപ്പൊ ഞാനല്ലാതെ മറ്റൊരാൾക്കും ചിലപ്പോൾ ഇത്രയൊക്കെ അറിയുമെന്നില്ല, അറിയാൻ സാധ്യതയില്ല. ഇനി അറിയാൻ സാധ്യതയുമില്ല. വരാൻ പോണ കാലത്തും വിശ്വാമിത്രനെ പറ്റിയിട്ട് ഇത്ര വ്യക്തമായിട്ട് അറിയണ ഒരാള് ഉണ്ടാവാൻ സാധ്യതയില്ല. വിശ്വാമിത്രനെ പറ്റിയിട്ട് വസിഷ്ഠൻ ഇത്ര അറിയണത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അവര് തമ്മിൽ ചെറിയൊരു മത്സരം ഉണ്ടായിരുന്നല്ലോ. ആ കഥയൊക്കെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയൊന്നും പറയണില്ല. വിശ്വാമിത്രൻ രാജർഷി പട്ടത്തിൽ നിന്നും ബ്രഹ്മർഷി ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ പല സംഭവങ്ങളും ഉണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ വീര്യവും തപശക്തിയും ഒക്കെ നല്ലവണ്ണം അറിഞ്ഞിട്ടുള്ള ആളാണ് വസിഷ്ഠൻ. അതുകൊണ്ടാണ് പറയണത് ഇത്രയ്ക്ക് കഴിവുകളുണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല, ഇപ്പോഴും അറിയില്ല, ഇനിയും അറിയാൻ സാധ്യതയില്ല. മനുഷ്യർക്കെന്നല്ല. അടുത്ത ശ്ലോകം നോക്കാം. ന ദേവാ നർഷയഃ കേചിന്നാമരാ ന ച രാക്ഷസാഃ ഗന്ധർവയക്ഷ പ്രവരാഃ സകിന്നര മഹോരഗാഃ. ദേവന്മാർക്കറിയില്ല, ഋഷിമാർക്ക് പലർക്കും അറിയില്ല. അതാണ് അമരാഹ ദേവാഹ എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് ഒരേ അർത്ഥം തന്നെയാണ്. അതുപോലെ തന്നെ രാക്ഷസന്മാർക്ക് വിശ്വാമിത്രനെ പറ്റിയിട്ട് അറിയില്ല. അതുകൊണ്ടാണ് ഈ ചീഞ്ഞ വസ്തുക്കളും മലമൂത്രാദികളും ഒക്കെ യാഗസ്ഥലത്ത് കൊണ്ടിടുന്നത്. യാഗത്തെ നശിപ്പിക്കാം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ എങ്കിലും അവരെ നശിപ്പിക്കാൻ പ്രാപ്തനായിട്ടുള്ള ഒരാളാണ് യാഗം ചെയ്യണത്. വെറുതെ ഒരു സാധു ഋഷിയൊന്നുമല്ല എന്നുള്ളത് രാക്ഷസന്മാർക്ക് അറിയില്ല. തൽക്കാലം വിശ്വാമിത്രനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടും വിശ്വാമിത്രനൊന്നും അറിയില്ല എന്നോ പ്രയോഗിക്കില്ല എന്നൊന്നും അർത്ഥവുമില്ല. അതാണ് രാക്ഷസന്മാർക്ക് അറിയില്ല, ഗന്ധർവന്മാർക്ക് അറിയില്ല, യക്ഷപ്രവരന്മാർക്ക് അവർക്ക് ആർക്കും അറിയില്ല. സ കിന്നര മഹോരഗാ. കിന്നരന്മാര്, മഹോരഗങ്ങള്, നാഗത്തന്മാര്, ഇങ്ങനെ ഈ ലോകത്തിലും മറുലോകങ്ങളിലുമൊക്കെ ആരൊക്കെ ശ്രേഷ്ഠന്മാരായിട്ടുണ്ടോ അവർക്കാർക്കും വിശ്വാമിത്രനെ പറ്റിയിട്ട് ഇത്രയ്ക്ക് നന്നായിട്ട് അറിയില്ല എന്നാണ് വസിഷ്ഠൻ പറയണത്.
ഇനി അസ്ത്രങ്ങളെ പറ്റിയിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയാണ്. 13ാമത്തെ ശ്ലോകം നോക്കാം. സർവാസ്ത്രാണി കൃശാശ്വസ്യ പുത്രാഃ പരമധർമ്മികാഃ കൗശികായ പുരാ ദത്ത യദാ രാജ്യം പ്രശാസതി. എവിടെ നിന്നാണ് വിശ്വാമിത്രന് ഇത്രയ്ക്കധികം അസ്ത്രങ്ങളെ പറ്റിയിട്ടുള്ള ജ്ഞാനമുണ്ടായത്? എവിടെ നിന്നാണ് അത് വന്നത് എന്ന് ഒരു കഥ, അത് കഥയൊന്നുമല്ല, വെറുതെ ഒന്ന് സൂചിപ്പിക്കുകയാണ് ഈ അസ്ത്രങ്ങളെ പറ്റിയിട്ട് എങ്ങനെയാണ് വിശ്വാമിത്രൻ അറിഞ്ഞത് എന്ന്. പുരാ, പണ്ട് കാലത്ത്, എന്നാണോ കൗശികൻ രാജ്യം പ്രശാസതി, രാജ്യത്ത് രാജാവായിട്ട് വാണിരുന്നത്, രാജാവായിട്ടൊരു വിശ്വാമിത്രൻ ഉണ്ടായിരുന്നല്ലോ, അതിനുശേഷമാണ് രാജർഷി ആയതും ബ്രഹ്മർഷി ആയതും ഒക്കെ. അങ്ങനെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് കൃശാശ്വന്റെ പുത്രന്മാരായിട്ട് പരമധാർമ്മികന്മാരായിട്ടുള്ള ഈ അസ്ത്രങ്ങളൊക്കെ ഈ കുശികന്റെ രാജ്യത്ത്, കുശികനന്ദനായിട്ടുള്ള വിശ്വാമിത്രന്റെ രാജ്യത്തിലേക്ക് വരികയാണുണ്ടായത്. അല്ലെങ്കിൽ കൃശാശ്വൻ ഈ അസ്ത്രങ്ങളെ മുഴുവനും, തന്റെ പുത്രന്മാരായിട്ടുള്ള അസ്ത്രങ്ങളെ മുഴുവനും വിശ്വാമിത്രന് സമർപ്പിക്കുകയാണ് ഉണ്ടായത് എന്നാണ് പറയണത്. സർവ അസ്ത്രാണി കൃശാശ്വസ്യ പുത്രാഹ. കൃശാശ്വന്റെ പുത്രന്മാരെ, എങ്ങനെയുള്ള പുത്രന്മാരാണ്? പരമധാർമ്മികാഹ പുത്രാഹ, ധാർമ്മികന്മാരായിട്ടുള്ള പുത്രന്മാര്. അവര് ഈ അസ്ത്രങ്ങളുടെ രൂപത്തിലാണ് പിറന്നത്, അല്ലെങ്കിൽ കൃശാശ്വനായിരിക്കണം ഈ അസ്ത്രങ്ങളൊക്കെ നിർമ്മിച്ചെടുത്തത്. കൃശാശ്വന് പിന്നെ ആരാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ പറയും. ആ അസ്ത്രങ്ങളെ ഒക്കെ തന്നെ കൃശാശ്വനെ ഭൃശാശ്വൻ എന്ന് പറഞ്ഞു കാണാനുണ്ട് ചില പാഠങ്ങളിൽ. അങ്ങനെയാണ് ഈ കൃശാശ്വൻ, ഞാൻ പഠിച്ചിട്ടുള്ള ഉത്തരരാമചരിതം പോലെയുള്ളതിലൊക്കെ കൃശാശ്വൻ എന്ന് തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ പാഠമാണ് എടുത്തിരിക്കുന്നത്. ആ കൃശാശ്വൻ അസ്ത്രങ്ങളൊക്കെ തന്നെ വിശ്വാമിത്രന്റെ കാൽക്കല്, രാജാവായിരുന്ന വിശ്വാമിത്രന് സമർപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് അസ്ത്രങ്ങളെ പറ്റിയിട്ടുള്ള നല്ല ഒരു അറിവ് വിശ്വാമിത്രന് ഉണ്ടായത്. കൗശികായ പുരാദത്ത, കൗശികനായിക്കൊണ്ട് പണ്ട് കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോ അതിനുശേഷം ഈ കൃശാശ്വന് ആരിൽ ജനിച്ച പുത്രന്മാരാണെന്ന് പറയാണ് 14ാമത്തെ ശ്ലോകം. 15ാമത്തെ ശ്ലോകം കൂടി ഒരുമിച്ച് നോക്കാം. തേപി പുത്രാഃ കൃശാശ്വസ്യ പ്രജാപതിസുതാസുതാഃ നൈകരൂപാ മഹാവീര്യ ദീപ്തിമന്തോ ജയാവഹ ജയാ ച സുപ്രഭാ ചൈവ ദക്ഷകന്യേ സുമധ്യമേ തേ സൂതേസ്ത്രാണി ശസ്ത്രാണി ശതം പരമഭാസ്വരം. ഇവരെ കൃശാശ്വന്റെ പുത്രന്മാരാണ് എന്ന് പറഞ്ഞുല്ലോ. കൃശാശ്വസ്യ പ്രജാപതി സുതാസുതാഹ, കൃശാശ്വന് പ്രജാപതിയുടെ സുതമാരിൽ ഉണ്ടായ പുത്രന്മാരാണ്. അതായത് ദക്ഷ പ്രജാപതിക്ക് 2 മക്കളുണ്ടായിരുന്നു. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. ജയയും സുപ്രഭയും. അവർക്ക് ജനിച്ച പുത്രന്മാരാണ് ഈ അസ്ത്രങ്ങൾ അത്രേ. അല്ലെങ്കിൽ ഇവർ ഒരുമിച്ചായിരിക്കണം ഈ അസ്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്തത്. ഇന്നത്തെ കാലത്ത് അങ്ങനെയും നമുക്ക് പറയാം. ഈ അസ്ത്രങ്ങളെയൊക്കെ പുത്രന്മാരായിട്ട് പ്രസവിച്ചു എന്ന് വാൽമീകി രാമായണത്തിൽ പറയണു. അങ്ങനെ പ്രജാപതിയുടെ സുതകളുടെ മക്കളുടെ, പെൺകുട്ടികളുടെ സുതന്മാരായിട്ട്, കൃശാശ്വന്റെ പുത്രന്മാരായിട്ട് അവര് ജനിച്ചു. അവരാരും ഒരേപോലെ ആയിരുന്നില്ല. നൈകരൂപാ, അവരെത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ശതം പരമഭാസ്വരം, 100 അസ്ത്രങ്ങളായിരുന്നു അവ. അത് ആരും ഒരേപോലെ ആയിരുന്നില്ല. മഹാവീര്യമുള്ള അസ്ത്രങ്ങളായിരുന്നു. ദീപ്തിമന്തോ ജയാവഹ, നല്ല ദീപ്തി, ശോഭയുള്ള, അതായത് ഇത് പ്രയോഗിച്ചാൽ തന്നെ അഗ്നി പരക്കുന്ന പോലത്തെ ശോഭയുണ്ടായിരുന്നു. ജയിച്ചേ മടങ്ങൂ. ഈ അസ്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആരാണോ പ്രയോഗിക്കുന്നത് അവര് ജയിക്കുക തന്നെ ചെയ്യും എന്നും അത്രയ്ക്ക് ശക്തമായിട്ടുള്ള അസ്ത്രങ്ങളുടെ ഉപജ്ഞാതാക്കളായിരുന്നു കൃശാശ്വനും പത്നിമാരായിട്ടുള്ള ജയയും സുപ്രഭയും. ജയാച സുപ്രഭാ ചൈവ ദക്ഷകന്യേ സുമധ്യമേ. പ്രജാപതി എന്നുള്ളത് കൊണ്ട് ദക്ഷനാണ് ഉദ്ദേശിച്ചത്. ദക്ഷ പ്രജാപതിയുടെ സുന്ദരികളായിട്ടുള്ള 2 മക്കളായിരുന്നു ജയയും സുപ്രഭയും. അവരാണ് ഈ അസ്ത്രങ്ങൾക്ക് ജന്മം കൊടുത്തത്. അവര് 100 അസ്ത്രങ്ങള്, ശസ്ത്രങ്ങൾ എന്നും പറയുന്നുണ്ട്. ശസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുധം എന്നാണ് അർത്ഥം. അസ്ത്രം എന്ന് പറഞ്ഞാല് ശരം. അപ്പോ അസ്ത്രങ്ങളൊക്കെ ശസ്ത്രങ്ങളിലും പെടും. ശസ്ത്രത്തിന്റെ ഒരു വിഭാഗമാണ് അസ്ത്രം എന്നർത്ഥം. അങ്ങനെ 100 തരത്തിലുള്ള ശസ്ത്രങ്ങളെ ജനിപ്പിച്ചു എന്ന് ഇവിടെ പറയുന്നുണ്ട്. അസ്ത്രങ്ങൾക്ക് അതിലൊരു ഭാഗം അസ്ത്രങ്ങളായിരിക്കണം, ശരങ്ങളായിരിക്കണം. അവ വളരെ തേജസ്സുറ്റവയും പ്രയോഗിച്ചാൽ ജയം ഉറപ്പായിട്ടുള്ളതുമായ
100 അല്ലെങ്കിൽ അത്രയും ആയുധങ്ങള്, അത്രയും അസ്ത്രങ്ങള് അതിനെ സൃഷ്ടിച്ചെടുത്തത് കൃശാശ്വൻ എന്ന് പറഞ്ഞ മുനിയും ജയാ സുപ്രഭ എന്നു പേരുള്ള ദക്ഷന്റെ പുത്രിമാരും കൂടിയിട്ടാണ്. വളരെ ഒരു വലിയ അറിവാണ്. ഇവരാണ് ഈ അസ്ത്രങ്ങളൊക്കെ സൃഷ്ടിച്ചെടുത്തത് എന്നുള്ളത്. കൃശാശ്വൻ അസ്ത്രങ്ങൾ കൊടുത്തു എന്നുള്ള കഥ കേട്ടിട്ടുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ ഉത്തരരാമചരിതത്തില് സീത ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ സീതയുടെ ഗർഭത്തിലേക്ക് നേരിട്ട് വിശ്വാമിത്രന്റെ അസ്ത്രങ്ങളായിട്ടുള്ള കൃശാശ്വൻ വിശ്വാമിത്രന് നൽകിയിട്ടുള്ള അസ്ത്രങ്ങളുടെ ആ പ്രഭാവം ഗർഭസ്ഥ ശിശുക്കൾക്ക് ഉണ്ടായി എന്നവിടെ ഭവഭൂതി സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് യുദ്ധമൊക്കെ നടക്കുമ്പോൾ ഈ ലക്ഷ്മണന്റെ പുത്രനും ശ്രീരാമന്റെ പുത്രന്മാര് രണ്ടുപേരും അവര് കാട്ടിലാണ്. അവര് തമ്മിലുള്ളതായ യുദ്ധത്തില് അസ്ത്രപ്രയോഗം നടത്തുമ്പോൾ സുമന്ത്രര് പറയുന്നുണ്ട്, ഇത് കൃശാശ്വൻ നൽകിയ വിശ്വാമിത്രന് നൽകിയിട്ടുള്ള അസ്ത്രങ്ങളാണ്, അതെങ്ങനെ ഈ കുട്ടികൾക്ക് കിട്ടി എന്നുള്ള സംശയങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോ കൃശാശ്വൻ കൊടുത്ത അസ്ത്രങ്ങളാണെന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. അതില് ദക്ഷ പുത്രിമാർക്കും പങ്കുണ്ട് എന്നുള്ളത് രാമായണം വായിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. കൃതാസ്ത്രമകൃതാസ്ത്രം വാ നൈനം ശക്ഷ്യന്തി രാക്ഷസാഃ ഗുപ്തം കുശികപുത്രേണ ജ്വലനേനാമൃതം യഥാ ഏഷ വിഗ്രഹവാൻ ധർമ്മ ഏഷ വീര്യവതാം വര ഏഷ വിദ്യാധികോ ലോകേ തപസശ്ച പരായണം ഏഷോസ്ത്രാൻ വിവിധാൻ വേത്തി ത്രൈലോക്യേ സചരാചരേ നൈനമന്യഃ പുമാൻ വേത്തി ന ച വേത്സ്യന്തി കേചന ന ദേവാ നർഷയഃ കേചിന്നാമരാ ന ച രാക്ഷസാഃ ഗന്ധർവേ യക്ഷപ്രവരാഃ സ കിന്നരമഹോരഗാ സർവാസ്ത്രാണി കൃശാശ്വസ്യ പുത്രാഃ പരമധാർമ്മികാഃ കൗശികായ പുരാ ദത്താ യദാ രാജ്യം പ്രശാസതി തേപി പുത്രാഃ കൃശാശ്വസ്യ പ്രജാപതിസുതാസുതാഃ നൈകരൂപാ മഹാവീര്യാ ദീപ്തിമന്തോ ജയാവഹ ജയാ ച സുപ്രഭാ ചൈവ ദക്ഷകന്യേ സുമധ്യമേ തേ സൂതേസ്ത്രാണി ശസ്ത്രാണി ശതം പരമഭാസ്വരം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങള് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.